നീ ആദ്യയുടെ കൂടെയാണല്ലേ വന്നത്? നിനക്ക് കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ എന്നെ അച്ഛനെ വിളിച്ചാ പറയുന്നു, ഞങ്ങള് വന്ന് കൊണ്ടുവരുന്നല്ലോ. എന്തിനാ അവന്റെ കൂടെ വന്നത്? അതെന്താ, ഞാൻ ആദ്യേട്ടന്റെ ബൈക്കിൽ വന്ന ആദ്യേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബൈക്കിൽ കയറി, അത്രേ ഉള്ളൂ. നിന്നോട് ഞാനിപ്പോ പല തവണയായി പറയുന്നു, അവനോട് ഇത്തിരി ഡിസ്റ്റൻസ് ഇടുന്നതാണ് നിനക്ക് നല്ലത്. അവസാനം നീ കരയും മോളെ. ഈ ഏട്ടന് കുശുമ്പ, അതുകൊണ്ടല്ലേ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏട്ടന് ലവർ ഇല്ലാത്തോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരു ലവറൊക്കെ ഉണ്ടായി കഴിയുമ്പോ ശരിയായിക്കോളും. ഞാൻ വേണമെങ്കിൽ സെറ്റാക്കി തരാം. എനിക്ക് സെറ്റ് ആവണേക്കാൾ മുമ്പേ നിനക്ക് ആരും എവിടെയാടി ലവർ? നിന്റെ അടുത്ത് അവൻ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ലവർ അത്ര ആദ്യം എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാ. പിന്നെ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോ സമ്മതിച്ചോളൂ. ഞാൻ ഏട്ടനോട് എത്ര തവണ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോ അതേട്ടൻ സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അവസാനം അയ്യോ പത്തോന്നും പറഞ്ഞ എന്റെ അടുത്തേക്ക് അങ്ങനെ വന്ന ഞങ്ങൾ ഇതിനകത്ത് ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല പെണ്ണെ, നീ ഓർത്തോ? ഓ വേണ്ട, ആരും ഇടപെടണ്ട. ഞാനും അതേട്ടനെ ജീവിച്ചോളാം എങ്ങനെയെങ്കിലും. ഹലോ ഹലോ, എന്താടി? എന്തിനാ വിളിച്ച? കാര്യം പറ. ഫോൺ വിളിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാവള്. അത് ആദ്യത്ത, ഞാൻ നാളെ അങ്ങോട്ട് വരണോ അതോ ആദ്യേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരുമോ? നീ ഇങ്ങോട്ട് വരണ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നീ ബസ്സിലങ്ങ് വന്നേച്ചാ മതി കേട്ടോ. ബസ്സിനോ? ബസ്സിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈയും കാലൊക്കെ വേദന എടുക്കുന്ന ആദ്യേട്ടാ. ഞാൻ ആദ്യേട്ടനൊപ്പം വരട്ടെ പ്ലീസ്. ഒരു കാര്യം ചെയ്യ്, നീ സച്ചുവിന്റെ ഒപ്പം പൊക്കോ. അവനാകുമ്പോ നീ അവനൊക്കെ ഒരേ സമയത്ത് എത്തിയാലും മതി, കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞേക്കാം അവനോട്. വേണ്ട വേണ്ട, എനിക്ക് അവന്റെ ഒപ്പം ഒന്നും പോകണ്ട. എനിക്ക് ആദ്യേട്ടന്റെ ഒപ്പം പോയാൽ മതി. നീ കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിൽ തന്നെ വന്ന് കയറുമെന്ന് എനിക്കറിയായിരുന്നു. നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. എനിക്ക് രാവിലെ നേരത്തെ പോകാനുള്ളതാ. നിങ്ങൾക്ക് എന്താ എന്നോട് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ, പറയാനൊന്നുമില്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പറയാൻ. എന്നത് പറയാ? ആ, നീ ഇന്ന് നിന്നെ ഞാൻ കൊണ്ടുവിട്ട ശേഷം നീ എന്നെ എന്താ ചെയ്തത്? എന്ത് ചെയ്തെന്ന്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. പെണ്ണെ, ഇനി മേലാൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാക്കാൻ ഞാൻ പറഞ്ഞേക്കാം. ആദ്യം അത് എൻജോയ് ചെയ്തില്ലേ? അല്ലെങ്കിൽ പിന്നെ ആദ്യം അപ്പ ദേഷ്യപ്പെടാറുന്നല്ലോ. എന്നിട്ട് ഇപ്പഴല്ലേ വന്ന് പറയുന്നേ, അപ്പൊ അതിനർത്ഥം അത് എൻജോയ് ചെയ്തു എന്നല്ലേ? പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, എനിക്ക് വേറെ പണിയൊന്നുമില്ല പെണ്ണെ. അതിന് എന്നാത്തിനായിട്ട് അങ്ങനെ ചൂടാവുന്നേ? ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത്? ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് ഉമ്മ വയ്ക്കണമെങ്കിലേ നാട്ടിൽ ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട്, വേണമെങ്കിൽ അവരെ പോയി ഉമ്മ വെച്ചോ. എന്റെ വീട്ടിൽ കയറണ എന്തിനാ? അതെങ്ങനെ ഞാൻ നാട്ടിലുള്ള എല്ലാവരും ഉമ്മ വയ്ക്കാം? ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളല്ലേ ഉമ്മ വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വെച്ചത്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, കേട്ടല്ലോ? ശരി എന്നാ. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. എന്തൊരു കഷ്ടം! ഒരു ഉമ്മ കൊടുത്തതിന് ഇത്ര ചീത്ത. ഇതിലെന്തത് വിളിക്കാത്തതായിരുന്നു. അമ്മായി, നീ എന്താടി പെണ്ണ ഇന്നലെ ഇങ്ങോട്ട് വരാതിരുന്നത്? കോളേജിൽ പോയ ശേഷം നമ്മളൊന്നും വേണ്ടതായോ? അതെങ്ങനെയാ അമ്മായി ഞാൻ ഇങ്ങോട്ട് വരാണ്ടിരിക്കണേ? എന്റെ ആള് വിടല്ലേ, എനിക്ക് കാണണ്ടേ? ഓ, അപ്പൊ നിനക്ക് അവനെ മാത്രം മതി, അല്ലാതെ നമ്മളെയൊന്നും വേണ്ട അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു. അമ്മായിയും സച്ചും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് ആദ്യം എന്റെ അടുത്ത് ഇപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. നീ എന്താടി പെണ്ണേ അമ്മാവിനെ അച്ഛനും എന്നെ അമ്മായിന്ന് വിളിക്കുന്നേ? എന്തായാലും ഞാൻ നിന്റെ അമ്മായിനല്ലേ, എനിക്ക് എന്നെ അമ്മാന്ന് വിളിച്ചൂടെ? അത് ആദ്യത്തെ എന്നോട് എസ് പറയുന്ന ദിവസം ഞാൻ അമ്മായിനെ അമ്മാന്ന് വിളിക്കും. അതൊക്കെ പിന്നെ എടുക്കാനാ? അടുത്ത ജന്മത്തിലാണോ എന്റെ കുഞ്ഞുമോളെ? അമ്മായി അടുത്ത ജന്മത്തിലൊന്നല്ല, ചിലപ്പോ ഒരു മാസത്തിനുള്ളിൽ ചിലപ്പോ നടക്കുമായിരിക്കും. നടക്കും നടക്കും, നോക്കിയിരുന്നു എന്റെ കുഞ്ഞു മോള്. ആ, ഈ കുറുക്കനോടെ ഉണ്ടായിരുന്നു. പെണ്ണെ എന്റെ മാലിക്കിനെ കേൾപ്പിക്കില്ലട്ടാ. അമ്മായി ഇന്നലെ എനിക്കൊരു വാക്ക് തന്നായിരുന്നു, അത് ഓർമ്മയുണ്ടാണാവോ?
ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ അത് നടക്കൂന്നറിയില്ല മോളെ. അതൊന്നും എനിക്കറിയണ്ട. അമ്മായി എനിക്ക് നല്ല പ്രോമിസ് തന്നത്, അമ്മായിനെ പാലിക്കണം. അത് എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചോ, എനിക്കൊന്നും അറിയണ്ട. പൂജ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് എങ്ങനെയൊന്നും. ആ തമ്പുരാട്ടി രാവിലെ തന്നെ ഇങ്ങ് എത്തിയോ? ഫുഡ് കഴിക്കാൻ വന്നാണോ? അതെന്താ, ഞാൻ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ വരുന്നത്? ആണല്ലോ, രാവിലെ ഫുഡ് റെഡി ആകുമ്പോ നീ ഇവിടെ ഉണ്ടാവും. ഉച്ചക്ക് സൺഡേ ആണെങ്കിൽ ഉച്ചക്ക് നീ ഇവിടെ ഉണ്ടാവും. എന്തൊക്കെ കാര്യങ്ങളാ. വൈകുന്നേരം മാത്രം ഇങ്ങോട്ട് കേറാറില്ല. ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നത് അപ്പോഴാ. ഓ അങ്ങനെയാണല്ലേ. എന്നാ പിന്നെ ഞാൻ നാളെ തൊട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. നീ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യുന്ന എനിക്കറിയാടി. ആ പൂജ വന്നോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? താൻ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത്? ഇവിടുന്ന് ഫുഡ് കഴിക്കണോ? ഞാൻ കഴിച്ചിട്ടാ വന്ന ആദി. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ആദ്യട്ടാ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ പോവാൻ വേണ്ടിട്ടല്ലേ വന്നത്. ശിവ അതിലൊപ്പാണോ പോവാറ്? എന്നാ ഞാൻ വേറെ എങ്ങനെയെങ്കിലും പൊക്കോളാം, കുഴപ്പമില്ല. ആ നല്ല കാര്യം. സ്വന്തമായിട്ട് ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ ഓട്ടോ വിളിച്ചു തരാം, അതിൽ പൊക്കോ കേട്ടോ. എന്തിനാ ഓട്ടോ വിളിക്കുന്നത്? നിനക്ക് പോവാനോ? പൂജ എന്റെ കൂടെ വരുന്നുള്ളൂ. നീ സച്ചിന്റെ ഒപ്പം അല്ലെങ്കിൽ നീ ബസ്സിൽ കയറി വന്നാ മതി. അല്ലാതെ കുഴപ്പമില്ല. ശിവ എന്നും തന്റെ കൂടെ വരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ തടസ്സം നിൽക്കുന്നേ? കുഴപ്പമില്ല, നിങ്ങൾ ഒരുമിച്ച് പൊക്കോ. ഞാൻ വേണമെങ്കിൽ സച്ചിന്റെ ഒപ്പം പൊക്കോളാം. വാ പൂജ, നമുക്ക് പോവാം. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ബൈക്ക് എടുക്കാൻ സമ്മതിക്കില്ല. ശിവ കളിക്കരുത്. താക്കോലിതാ, എനിക്ക് ദേഷ്യം വരും. എടാ, ഞാൻ ഇന്നലെ മോക്ക് വാക്ക് കൊടുത്തതാ നിന്റെ ബൈക്കിൽ നാളെ കൊണ്ടുപോകാൻ പറയാമെന്ന്. ഒന്ന് ഇവിടെ കൊണ്ടുപോടാ. പൂജ ഇന്ന് മോളിന്ന് സച്ചിൻ്റെ ഒപ്പം പൊക്കോ. അവൾ അവൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ നിനക്ക്? അമ്മയോട് ഞാൻ പറഞ്ഞോ നമുക്ക് വാക്ക് കൊടുക്കാൻ? പൂജ നീ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ വാ, ഞാൻ പോവാ. ആ നീ ഇറങ്ങാറായോ? കോളേജിൽ കൊണ്ടുവിടൂലെന്ന് പറയുന്നു. ബൈക്കിൽ കൊണ്ടുവരാൻ പ്ലീസ്. അത് വെച്ചാ ഞാൻ പൂജനെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ പിന്നെ. പൂജ മോളെ, മോള് സച്ചിൻ്റെ ഒപ്പം പൊക്കോ ഒരു ദിവസത്തേക്ക്. ഇന്ന് അവള് പൊക്കോട്ടെ. ഇന്നലെ തൊട്ട് പറയുന്ന കാര്യമില്ല, പൊക്കോട്ടെ. എന്നാ നോക്കിക്കൊണ്ട് കേറങ്ങോട്ട്. കേറുവല്ലേ? അന്ന് നേരത്തിന് അങ്ങനെ ചൂടാവുന്നത്. ഇന്നലെ ആണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ റൈഡ്. അപ്പൊ ഇനി ശരിക്കും എൻജോയ് ചെയ്യല്ലേ? ആദ്യട്ടാ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് വളരെ വൈകിട്ട് പോയാലോ? അപ്പൊ കുറെ നേരം ഇരിക്കാലോ ബൈക്കില്. ആഹാ, നല്ല നല്ല ആഗ്രഹങ്ങളാണല്ലോ എന്റെ കുഞ്ഞുമോക്ക്. വേഗം കേറങ്ങോട്ട്, എനിക്ക് കോളേജിൽ വേഗം എത്തേണ്ടതാ. ആദ്യം എന്തിനെങ്ങനെയാണെന്ന് ചൂടാവുന്നത്? എന്റെ പൊന്നും, ഏത് നേരത്താവും ഇങ്ങനെ സ്നേഹിക്കാൻ തോന്നിയത്? എന്നെ സ്നേഹിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോടി, പറഞ്ഞോന്ന്. ഓ ഇല്ല, ഇനി തല്ലുകൂടിക്കൊണ്ടിരുന്ന വീണ്ടും വൈകും. വണ്ടി എടുക്ക പോകാം. എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. എപ്പോ നോക്കിയാലും ദേഷ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നേ. എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് തോന്നുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇത് പറഞ്ഞത് മനസ്സിലായില്ല, ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരും. അയ്യോ ബെല്ലടിച്ചല്ലോ. ഒരു കാര്യം ചെയ്യ, പൂജ ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? താനെന്തായാലും എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ഡിന്നർ അവിടെ ആക്കാം. എന്തു പറയുന്നു? എനിക്ക് 100 വട്ടം സമ്മതം. ഇതിലെന്ത് കുണുകുണുകുണുകുണാന്ന് സംസാരിക്കുന്നത്? എനിക്ക് ദേഷ്യം പിടിക്കുന്നു.
പിന്നെ ഞാൻ ഫ്രണ്ടിൽ പോയി തിരിക്കേണ്ടി വരുമോ ഭഗവാനെ? നീ എന്താ ഇവിടെ സ്റ്റാഫ് റൂമിൽ എന്തെങ്കിലും പറയാനോ ചോദിക്കാനുണ്ടോ? എന്താടി? കോളേജ് വിട്ടില്ലേ, ഞാൻ ബൈക്കിൽ വരാൻ വേണ്ടിട്ട്. കോളേജ് വിട്ടാ വീട്ടിൽ പോണം, അല്ലാതെ എന്റെ ബൈക്കിനെ നോക്കിക്കൊണ്ടിരിക്കാണോ? ഇതിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഭഗവാനെ. എന്തിനാടി നിനക്ക് എന്റെ ബൈക്ക്? എന്റെ കൂടെ വന്നിട്ട് നീ എന്ത് കാണിക്കാനാ? നിനക്ക് വീട്ടിൽ പോയാൽ പോരെ. സച്ചു ഇപ്പോ വീട്ടിൽ പോകും, നീ അവന്റെ കൂടെ പൊക്കോ. എനിക്കിവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. നീ ടീച്ചർ അല്ലാണ്ട് ഇവിടുത്തെ സ്റ്റുഡന്റ് അല്ല കളിച്ചെടുക്കാനായിട്ട്. ഞാൻ വെയിറ്റ് ചെയ്തോളാം. എന്തായാലും ഞാനിന്ന് എന്റെ വീട്ടിൽ പോണില്ല. ഞാൻ ആദ്യന്റെ ഓഫീസിലേക്കാണ് വരുന്നത്. അമ്മായിന് ഫുഡ് കഴിക്കാൻ വിളിച്ചായിരുന്നു. എന്തൊരു ഒൽപ്പിര അമ്മയും മോളും. പൂജ എന്താ പറ്റു? കാലെന്താ പറ്റു? അതാദ്യം ഞാൻ അവിടെ നിന്ന് വീണു. നല്ല പെയിനുണ്ട്. ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ കാലം അനക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. അത് എനിക്ക് ഒരു കാര്യം ചെയ്യാം, സച്ചുവിന്റെ അടുത്ത് ബൈക്ക് എടുത്തൊന്ന് പോകാൻ പറയും. നമുക്ക് കാറിൽ പോകാം. തന്നെ ഇവിടെ ഇരിക്കേ. വെള്ളം എന്തെങ്കിലും വേണോ? അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. ഇനി അവനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തെങ്കിലും ഒടിവോ ചതവോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ. എന്തായാലും ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ അവനൊന്ന് വിളിക്കട്ടെ. എന്താ എന്താ പറ്റുക? എവിടെയാ വീണത്? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലെന്ന് അവള് പറയുന്നത്. പക്ഷെ കാലിനെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഭയങ്കര വേദനയുണ്ട് നടക്കുന്ന സമയത്ത്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നീ ഒരു കാര്യം ചെയ്യും, നീ ബൈക്ക് എടുത്തുകൊണ്ട് പൊക്കോ. ഈ പെണ്ണിനെയും കൂടി കൊണ്ടുവെക്കും. ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് ഇട്ട് വരാം. കാണിച്ചിട്ട് വീട്ടിലോട്ട് വന്നേക്കാം. ഏട്ടാ അത് എനിക്ക് അവനൊന്ന് വീട്ടിലാക്കണമായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? നീ ഇനിയിപ്പോ എന്താ കേട്ടോ? നിനക്ക് നേരത്തെ വീട്ടിൽ പോയിരുന്നില്ലേ? ഞാനറിഞ്ഞോ ഈ പെണ്ണിപ്പോ തലകുത്തി വീണു? അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോയേനെ. ഇതിപ്പോ എന്ത് ചെയ്യാനാ? തലകുത്തി വീണ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിനക്കൊന്നും ഒരു മര്യാദ ഇല്ലേ? ഒരാൾ വീണെടുക്കുമ്പോഴാണോ ഇമാതിരി വർത്താനം പറയണത്? എനിക്ക് ഇത്ര മര്യാദയൊക്കെ ഉള്ളു. നീ അവളെ കൂട്ടി പൊക്കോ. നീ എങ്ങനെയാന്ന് വെച്ചാ വന്നോ. முட்டை முட்டை முயல் காத்திருக்கு அதுக்கு നീ വന്നോ? ഈ കോളേജ് എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് ഒക്കെ എടുത്തോ? അവൻ ക്ലാസ്സിൽ വന്നായിരുന്നോ? അമ്മയ്ക്കെന്താ? ഞാൻ വന്നു കയറുമ്പോ തന്നെ കോളേജ് എങ്ങനെയുണ്ടായിരുന്നു, എപ്പോഴുണ്ടായിരുന്നു? കോളേജ് അവിടെ തന്നെ നല്ലപോലെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഈ പെണ്ണിന്റെ മുമ്പ് വട്ടായോ? ഇന്നലെ വന്നപ്പോ നല്ല സ്വഭാവമായിരുന്നു, ഇന്ന് വന്നപ്പോ ദേ കിടക്കും. ചിലപ്പോ ആദ്യം എന്തെങ്കിലും പറഞ്ഞല്ലോ, അതിന്റെ വിരുപ്പായിരിക്കും കാണിക്കുന്നത്. ദേ അടുത്തത് അവളെന്തേലും പറയാൻ കാത്തിരിക്കും അവൻ ആദ്യത്തെ വിഷയം കൊണ്ടിടാനായിട്ട്. നിനക്ക് എന്താണ് അവനോട് വല്ല ശത്രുതയുണ്ടോ? എന്തിനാ അവനോട് ശത്രുത? നല്ല മതം. നിന്റെ പറഞ്ഞാൽ അവൻ ആദ്യം വെക്കിട്ട് വരാൻ നിന്നോളൂ. എന്താണ് അങ്ങേര് എന്നെ ഉച്ചയ്ക്ക് വെച്ചിട്ട് പോയില്ലേ? എന്ത് ദുഷ്ടനാ അങ്ങേര്. അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പാ? മനുഷ്യനെ ഉറങ്ങാനും വിടുക. അപ്പൊ നീ വരുന്നില്ലേ അങ്ങോട്ട്? അമ്മായി നിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നിന്നെ വിളിച്ചു പറഞ്ഞോന്ന് പറഞ്ഞോണ്ടാ ഞാൻ നിന്നോട് പറയാതിരുന്നത്. നീ വരുന്നില്ലേ? ഞാൻ വന്നില്ല, അമ്മ പൊക്കും. എനിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല. എന്റെ പൊന്നു കർത്താവേ, എന്ത് ഇടിവിട്ട് മഴ പെയ്യോ? എന്റെ മോക്ക് ആദ്യമോനെ കാണണ്ടെന്ന് പറയുന്നത്. കർത്താവേ, എന്ത് അവസരം കിട്ടിയാലും അങ്ങോട്ട് ഓടിപ്പിടിച്ച് പോണ പെണ്ണാ. ഇപ്പൊ അവൾക്ക് അങ്ങോട്ട് പോണ്ടാന്ന്. എന്താ വരുന്നില്ല ഇവിടെ? ആ പെണ്ണിനിപ്പൊ അങ്ങോട്ട് വരണ്ടാന്ന്. എന്താന്ന് നോക്കടാ. അതെന്താടി ആദ്യമായിട്ട് വല്ല ഉടക്കിട്ടോ? അതുകൊണ്ടാണോ നീ വരുന്നില്ല എന്ന് പറയണേ? അയ്യോ, എനിക്ക് ഒരു ഉടക്കില്ല, ഞാൻ വരാം. മോളൊന്ന് ഇത്ര വൈകിയത്? ഞാൻ മോളോട് പറഞ്ഞല്ലേ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കൊള്ളുന്നു. ആദ്യയുടെ ഒപ്പം വരായിരുന്നല്ലോ.
ആ അത് അമ്മായി എനിക്ക് വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. അതാ ഞാൻ പിന്നെ വരാതെ. ഇത് മോക്ക് ഇഷ്ടപ്പെട്ട കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്ക്. എനിക്ക് വേണ്ട അമ്മായി, എനിക്ക് വിശപ്പൊന്നുമില്ല. ഇത് എന്നാ പറ്റി എൻ്റെ പുലിക്കുട്ടിക്ക്? എന്തിനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലല്ലോ എൻ്റെ കൊച്ച്. എന്നാ പറ്റി? ആദ്യം എന്തെങ്കിലും പറഞ്ഞോ, അതോ സച്ചു എന്തെങ്കിലും പറഞ്ഞോ? അമ്മ, ഇവക്ക് താഴെ ഏതെങ്കിലും ഒരു ബെഡ്റൂം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഇത്രയും പടി കയറി മേലോട്ട് കയറി വരുന്നത് റിസ്ക് അല്ല. ആ അതൊക്കെ സെറ്റാക്കാം. നീ ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കും, കഴിക്കുക. എല്ലാവരും വന്നു, ഇനിയിപ്പോൾ കഴിച്ചാൽ മാത്രം മതി. ശിവ, ആ കറി ഒന്ന് എടുത്തേടി. അവനാ കറിയൊന്നും എടുത്തു കൊടുക്ക. നിന്നോടല്ലേ പറയുന്നേ? എടുത്തു. ഇവിടെ വന്ന് എടുത്ത് കഴിച്ചോട്ടെ, ഞാൻ എന്തിനാ എടുത്തു കൊടുക്കുന്നേ? എന്താ സച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അവളിപ്പോ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. പക്ഷേ ഏട്ടനായിട്ടൊന്നും ഉടക്കിയെന്ന് തോന്നുന്നു. അമ്മായി, ഞാൻ വീട്ടിലോട്ട് പോവാം. എനിക്ക് ഇത്ര മതി. അത് മൊത്തം കഴിച്ചില്ലല്ലോ മോള്, അതും കൂടി കഴിച്ചിട്ട് പോ. ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ? വാ, ഇവിടെ ഇരിക്കും. ഒന്നുമില്ല അമ്മായി, ഞാൻ പോവാം. എന്നെ വിട്ടേക്കും, ഞാൻ പോട്ടെ. അയ്യോ, എന്തിനാ കരയുന്നേ? അയ്യോ, അമ്മയുടെ മോൾ കരയാതെ. എന്താണ് സച്ചു കാര്യം? എന്തിനാ മോളിപ്പോ കരഞ്ഞോണ്ട് പോയത്? എനിക്കൊന്നും അറിയാൻ പാടില്ല. ആദ്യേട്ടന് എല്ലാത്തിനും കാരണം. നിങ്ങൾ ആദ്യേട്ടനോട് ചോദിക്കേ, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യേട്ടന് എപ്പോഴും അവള് ചീത്ത പറയുന്നത്, ഞാനല്ല. ആദ്യ എന്താ കാര്യം? എന്തിനാ മോള് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്? നീ ഒന്നും പറയാണ്ട് മോൾ അങ്ങനെ പോവില്ല. എന്താടാ? പൂജ അവിടെ വീണ് കിടന്നപ്പോ അവൾ എന്ത് വർത്താനാ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? അവളൊരു വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. മോൾ എന്താ അങ്ങനെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞത്? പറയും, എന്താ അവള് പറഞ്ഞെന്ന് ഞാനൊന്ന് കേക്കട്ടെ. എന്താ പൂജ മോള്? ശിവമോൾ എന്തെങ്കിലും മോളുടെ അടുത്ത് പറഞ്ഞോ? തെറ്റായിട്ട് എന്തെങ്കിലും മോള് പറഞ്ഞോ? പറയും. അവള് പറഞ്ഞു ഞാൻ തലയും കുത്തി വീണതാ, ആരുടെയും കുത്തല്ല. അപ്പോഴാ അത് ചൂടായത്. അല്ലാണ്ട് അതൊന്നും പറഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. പിന്നെ ഒന്നും സംസാരിച്ചില്ലായിരുന്നു. അത് ശിവമോള് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? പൂജ മോള് വീണേന് അവളുടെ തെറ്റെന്താ? നീ എന്തിനാ അവളുടെ അടുത്ത് ചൂടാവുന്നത്? അമ്മ, നിങ്ങൾ അവളുടെ വർത്താനം കേട്ടിട്ടില്ല. ഇത് അവള് പറഞ്ഞ രീതിയിൽ അല്ല പൂജ ഇപ്പൊ പറഞ്ഞത്. അവളുടെ ടോൺ ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ ചീത്ത പറഞ്ഞത്. അല്ലാണ്ട് ഒരു കാരണമില്ലാതെ എനിക്ക് ചീത്ത പറയേണ്ട കാര്യമില്ല. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, മോളെ പോയി വിളിച്ചിട്ട് വാ. ചെല്ല്. ഞാനൊന്നും പോകാൻ പോണില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ പോവില്ല. നീ മോളെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലോട്ട് ഇനി കാലുകുത്തരുത്. ഇറങ്ങി പോയി വിളിച്ചിട്ട് വരാനാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. ആദി, ചെല്ലടാ. മോൾ എന്തിട്ട് തെറ്റാ ചെയ്തത്? അവളങ്ങനെ ചിലപ്പോൾ തമാശക്ക് എന്തെങ്കിലും പറഞ്ഞായിരിക്കും എന്ന് വെച്ചിട്ട് നീ ചെല്ല, പോയി വിളിച്ചിട്ട് വാ. ചിലപ്പോൾ കരയായിരിക്കും. ചെല്ലടാ. ആ ശരി, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. പക്ഷെ അവളുടെ ജാട വർത്താനോ അവളുടെ ഒരുമാതിരി വർത്താനോ ഒന്നും കേൾക്കാൻ എന്നെ കിട്ടത്തില്ല. ആ ചെല്ല്, നീ പോയി വിളിച്ചിട്ട് വാ. ചെല്ല്. അവൻ മോളുടെ അടുത്ത് വേറെ എന്തെങ്കിലും പറയുന്ന എൻ്റെ പേര്. എന്തായാലും കണ്ടറിയാം.